അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മട്ടാഞ്ചേരിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ മട്ടാഞ്ചേരി ഡച്ച് പാലസ്, കൊച്ചിയിലെ ഏറ്റവും പഴക്കം ചേർന്ന തെരുവുകളിലൂടെയും ചരിത്ര സ്ഥലങ്ങളിലൂടെയും. ഇതാണ് മട്ടാഞ്ചേരിയിലെ പ്രശസ്തമായ ജൂ ടൗൺ. പഴമയുടെ മണവും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ തിരക്കും നിറഞ്ഞ ഈ തെരുവ് കൈകൊണ്ട് നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പുരാതന ശേഖരങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ്. കൊച്ചിയുടെ കായൽ ജീവിതം എന്നും സജീവമാണ്. യാത്രക്കാർ, മത്സ്യബന്ധന ബോട്ടുകൾ, ടൂറിസ്റ്റ് ബോട്ടുകൾ ഇവയെല്ലാം ചേർന്നാണ് കൊച്ചിയുടെ യഥാർത്ഥ സൗന്ദര്യം. ഈ ശാന്തമായ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് പോലും അറിയില്ല. കൊച്ചിയിലെ മനോഹരമായ സ്ഥലങ്ങൾ കാണാൻ പാഷൻ വ്ലോഗ് നിലമ്പൂർ എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ നാം നിൽക്കുന്നത് മട്ടാഞ്ചേരി ഡച്ച് പാലസിൻ്റെ മുന്നിലാണ്. പോർച്ചുഗീസുകാർ 1555 കൊച്ചി രാജാവിന് സമ്മാനമായി നിർമ്മിച്ച ഈ കൊട്ടാരം മട്ടാഞ്ചേരിയുടെ ഒരു മുഖമുദ്രയാണ്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മട്ടാഞ്ചേരി പാലസ് ഇന്നും ചരിത്രം കാത്തു സൂക്ഷിക്കുന്നു. കൊച്ചി രാജകുടുംബവുമായി നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടിയായിരുന്നു ഈ സമ്മാനം. 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചടക്കിയ ശേഷം കൊട്ടാരം നവീകരിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു. അതിനുശേഷമാണിത് ഡച്ച് പാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ കെട്ടിടം പണിതത് ഡച്ചുകാരല്ല, പോർച്ചുഗീസുകാരാണ്. ഈ കൊട്ടാരം കേരളത്തിൻ്റെ പരമ്പരാഗത നാലുകെട്ട് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നടുവിൽ തുറന്ന മുറ്റവും ചുറ്റുമായി മുറികളുമുള്ള ഈ രൂപകൽപ്പന കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നു. ഇന്നിപ്പോൾ ഇത് ഇന്ത്യൻ പുരാവസ്തു സർവേയുടെ സംരക്ഷണത്തിലാണ്. കേരളത്തിലെ ചരിത്രവും സംസ്കാരവും ഒരുമിച്ച് കാണുന്ന ഒരു തെരുവുണ്ട്. അതാണ് മട്ടാഞ്ചേരിയിലെ ഈ ജൂതത്തെരുവ്. നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഈ പ്രദേശം ഒരു കാലത്ത് കേരളത്തിലെ ജൂത സമൂഹത്തിൻ്റെ വ്യാപാര കേന്ദ്രമായിരുന്നു. കുരുമുളക്, ഏലം, ഗ്രാമ്പു തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങളുടെ വ്യാപാരത്തിലൂടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. ഇവിടെ കാണുന്ന പല കടകളിലും പഴയ ഫർണിച്ചറുകൾ, വെങ്കല വിളക്കുകൾ, മരശില്പങ്ങൾ, പുരാതന നാണയങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവ ലഭ്യമാണ്. ഓരോ കടക്കും ഓരോ കഥയുണ്ട്. ചരിത്രവും കലയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ജൂതത്തെരുവ് തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെയുള്ള ഓരോ കടയിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫർണിച്ചറുകൾ, പഴയ നാണയങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ കാണാം. ചരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഫോട്ടോ പ്രേമികൾക്കും ഈ തെരുവ് ഒരു സ്വർഗം തന്നെയാണ്. ഈ തെരുവിൻ്റെ അറ്റത്താണ് പ്രശസ്തമായ പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത്. 1568 നിർമ്മിക്കപ്പെട്ട ഈ ആരാധനാലയം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ജൂത ആരാധനാലയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ടാണ് ജൂതത്തെരുവിന് കൂടുതൽ ചരിത്ര പ്രാധാന്യം ലഭിക്കുന്നത്. ഇന്നിവിടെ താമസിക്കുന്ന ജൂതന്മാരുടെ എണ്ണം വളരെ കുറവാണെങ്കിലും അവരുടെ പാരമ്പര്യവും സംസ്കാരവും ഇന്നും ഈ തെരുവ് ഓരോ ചുവടിലും നമുക്ക് അനുഭവിച്ചറിയാം. മട്ടാഞ്ചേരിയിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ജൂതത്തെരുവ്. ചരിത്രവും സംസ്കാരവും കലയും വ്യാപാരവും ഒരുമിച്ച് ചേരുന്ന ഈ മനോഹരമായ ഇടം ഒരു സന്ദർശകനും മറക്കാനാവാത്ത അനുഭവം സമ്മാനിക്കും. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ സിനഗോഗുകളിൽ ഒന്നായ പരദേശി സിനഗോഗിൻ്റെ പ്രവേശന ഭാഗത്താണ്. 1568 നിർമ്മിക്കപ്പെട്ട ഈ ആരാധനാലയം ഇന്നും ചരിത്രത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുന്നു. ജൂത സമൂഹത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മുന്നിൽ കാണുന്ന ക്ലോക്ക് ടവർ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ യഹൂദന്മാരുടെ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്ന ഈ സിനഗോഗ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു പൈതൃക സ്മാരകമാണ്.
കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ സിനഗോഗ്. പരദേശി എന്ന പേര് ലഭിച്ചത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊച്ചിയിലെത്തിയ യഹൂദന്മാരെ സൂചിപ്പിച്ചാണ്. വ്യാപാരത്തിനായി എത്തിയ അവർ കൊച്ചിയെ സ്വന്തം നാടാക്കി മാറ്റുകയും ഇവിടെ ആരാധനാലയവും സമൂഹവും വളർത്തുകയും ചെയ്തു. കൊച്ചിയുടെ പഴയകാലത്തെ ചിത്രങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഇപ്പോൾ നാം നിൽക്കുന്നത് 1568 നിർമ്മിച്ച പരദേശി സിനഗോഗിൻ്റെ പ്രാർത്ഥനാ ഹാളിലാണ്. മുകളിലായി തൂങ്ങിയിരിക്കുന്ന ബെൽജിയൻ ഗ്ലാസ് ചാൻഡിലിയറുകളും മുന്നിലുള്ള വിശുദ്ധ ആരാധനാ വേദിയും ഈ സ്ഥലത്തിൻ്റെ പൗരാണികതയും ഭംഗിയും എടുത്തു കാണിക്കുന്നു. നൂറ്റാണ്ടുകളായി കൊച്ചിയിലെ ജൂത സമൂഹത്തിൻ്റെ ആരാധനാ കേന്ദ്രമായിരുന്ന ഈ സിനഗോഗ് ഇന്നും ചരിത്രത്തിന് സാക്ഷിയായി നിലകൊള്ളുന്നു. ഈ കാണുന്നത് സിനഗോഗിൻ്റെ ഹൃദയഭാഗമായ ബീമയാണ്. ഇവിടെ നിന്നാണ് യഹൂദരുടെ വിശുദ്ധ തോറ വായിക്കുകയും ആരാധനാ ചടങ്ങുകൾ നയിക്കുകയും ചെയ്യുന്നത്. നിശബ്ദതയും ആത്മീയതയും ഒരുമിച്ച് അനുഭവിക്കാനാകുന്ന ഒരു അപൂർവ സ്ഥലമാണിത്. ഈ കാണുന്നത് സിനഗോഗിൻ്റെ ചരിത്രവും പ്രത്യേകതകളും വിവരിക്കുന്ന ഇൻഫോർമേഷൻ ബോർഡാണ്. കൊച്ചിയിലെ ജൂത സമൂഹത്തിൻ്റെ ചരിത്രം, ആചാരങ്ങൾ, സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളാണ് ഇവിടെ സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങൾ വായിച്ചാൽ സിനഗോഗിൻ്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. നൂറ്റാണ്ടുകളായി പ്രാർത്ഥനകളും ആരാധനകളും നടന്ന ഈ സ്ഥലം ഇന്നും ചരിത്രത്തിൻ്റെ സാക്ഷിയായി നിലകൊള്ളുന്നു. ഇപ്പോൾ നാം കാണുന്നത് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്നറിയപ്പെടുന്ന 6 മുനകളുള്ള നക്ഷത്രമാണ്. ജൂതമതത്തിൻ്റെ പ്രധാന പ്രതീകമായ ഇത് വിശ്വാസത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദൈവ സംരക്ഷണത്തിൻ്റെയും അടയാളമായി കണക്കാക്കപ്പെടുന്നു. സിനഗോഗിൻ്റെ പുറംഭാഗത്തുള്ള ഈ ചിഹ്നം കേരളത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജൂത പാരമ്പര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ നാം പോകുന്നത് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഈ കാണുന്നത് സൂക്ക എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക താൽക്കാലിക കുടിലാണ്. സുക്കോട്ട് എന്ന ഉത്സവകാലത്ത് കുടുംബാംഗങ്ങൾ ഇവിടെ ഒത്തുകൂടി ഭക്ഷണം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുടിൽ ഈജിപ്തിൽ നിന്ന് മോചിതരായ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച കാലത്തെ ഓർമ്മപ്പെടുത്താനാണ് നിർമ്മിക്കുന്നത്. മുകളിലെ മേൽക്കൂര മരക്കൊമ്പുകളോ ഇലകളോ കൊണ്ടായിരിക്കും ഒരുക്കുക. ഇന്നും ലോകമെമ്പാടുമുള്ള യഹൂദ കുടുംബങ്ങൾ ഈ പാരമ്പര്യം പിന്തുടരുന്നു. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് യഹൂദ വിവാഹ ചടങ്ങുകളിൽ ഉപയോഗിച്ചിരുന്ന കുപ്പായാണ്. മനോഹരമായ ഈ അലങ്കാര മണ്ഡപത്തിൻ്റെ കീഴിലായിരുന്നു വധൂവരന്മാർ വിവാഹ പ്രതിജ്ഞകൾ എടുത്തിരുന്നതും. പുതിയ കുടുംബജീവിതത്തിൻ്റെ തുടക്കവും ദൈവാനുഗ്രഹവും പ്രതിനിധീകരിക്കുന്ന ഈ ഹുപ്പ കൊച്ചിയിലെ യഹൂദ പൈതൃകത്തിൻ്റെ അപൂർവ സാക്ഷ്യമാണ്. ഇനി നാം പോകുന്നത് മട്ടാഞ്ചേരിയിലെ പോലീസ് മ്യൂസിയത്തിലേക്കാണ്. ഇവിടെ ഇങ്ങനൊരു മ്യൂസിയം ഉണ്ടെന്ന് പലർക്കും അറിയില്ല. കേരള പോലീസിൻ്റെ പഴയ ചരിത്രം അടുത്തറിയാൻ കഴിയുന്ന ഈ സ്ഥലം ചരിത്രപ്രേമികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നാം ഇപ്പോൾ ഈ കാണുന്നതാണ് മട്ടാഞ്ചേരിയിലെ ഇൻ്റർനാഷണൽ ടൂറിസം ആൻഡ് പോലീസ് മ്യൂസിയം. കേരള പോലീസിൻ്റെ ചരിത്രവും പഴയ യൂണിഫോമുകളും ആയുധങ്ങളും അപൂർവ രേഖകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരിയിലെ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ഈ പോലീസ് മ്യൂസിയവും കണ്ടിരിക്കേണ്ട ഒരു പ്രത്യേക അനുഭവമാണ്.
പഴക്കം ചെന്ന കെട്ടിടങ്ങൾ, മരവാതിലുകൾ, നിറമുള്ള ജനലുകൾ, ഇതെല്ലാം കാണുമ്പോൾ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ ചെന്നൊരു ഫീലാണ് അനുഭവപ്പെടുന്നത്. നിങ്ങൾക്കെന്താ തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഇനിയും ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഒരിക്കൽ മട്ടാഞ്ചേരിയിലെ ഈ ജൂതത്തെരുവിലൂടെ നടക്കൂ. പഴയ കാലത്തിൻ്റെ കഥകൾ ഇന്നും അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.